വധിക്കപ്പെടുകയും 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. അവൻ എല്ലാവരോടുമായി പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് അനുദിന തൻ്റെ കുരിശ് വഹിച്ചുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. എന്നെ പ്രതി സ്വജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അതിനെ രക്ഷിക്കും. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തന്നെ നഷ്ടപ്പെടുത്തുകയോ നശിപ്പിക്കുകയോ ചെയ്താൽ അവന് എന്ത് പ്രയോജനം? ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, പരിശുദ്ധമായ ഈ തപസ് കാലത്ത് നാം പ്രാർത്ഥനാപൂർവ്വം നാഥൻ്റെ കൂടെ ആയിരിക്കുമ്പോൾ ഇന്നത്തെ സുവിശേഷത്തിലൂടെ ദൈവമായ കർത്താവ് നമുക്ക് നൽകുന്ന ആത്മീയ കൃപാവരങ്ങളെ ധ്യാനിക്കാം. ക്രിസ്തുവിനെ അനുധാവനം ചെയ്യാൻ വിളിക്കപ്പെട്ട ഓരോ വ്യക്തിയും എപ്രകാരമാണ് ജീവിക്കേണ്ടതെന്ന് സുവിശേഷം തുറന്നു കാട്ടുന്നു. ക്രിസ്തുവിൻ്റെ സഹനം മാതൃകയായി നൽകിക്കൊണ്ട് ക്രിസ്തു പഠിപ്പിക്കുന്ന സ്നേഹത്തിൻ്റെ പാഠം കൂടിയാണ് ഇന്നത്തെ സുവിശേഷം. ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സഹനത്തിലൂടെ, വേദനയിലൂടെ, നഷ്ടപ്പെടുത്തലിലൂടെ ക്രിസ്തുവിൻ്റെ കൃപയും മഹത്വവും കണ്ടെത്തുക. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമായി ക്രിസ്തു ഭൂമിയിൽ വന്നത് എല്ലാം പരിത്യജിച്ചുകൊണ്ടാണ്. സ്വർഗീയ സൗഭാഗ്യങ്ങളെ, ഈ ലോകത്തിൻ്റെ എല്ലാ മഹത്വങ്ങളെയും ദൈവമായുള്ള സമാനത മുറുകെ പിടിക്കേണ്ട ഒരു കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ താഴ്ത്തി കുരിശുമരണത്തോളം അവിടുന്ന് അനുസരണയുള്ളവനായിരുന്നു. ഈ പരിശുദ്ധമായ നോമ്പുകാലം ക്രിസ്തു നമ്മെ ക്ഷണിക്കുന്നത് ഈ ഒരു പരിത്യാഗത്തിൻ്റെ ആത്മീയതയിലേക്കാണ്. നമ്മുടെ ജീവിതവും ക്രിസ്തു സ്നേഹത്താൽ പൂരിതമാകണം. നാമും ചിലത് നഷ്ടപ്പെടുത്തേണ്ടി വരുമ്പോൾ അത് സന്തോഷത്തോടുകൂടി നഷ്ടപ്പെടുത്തി ക്രിസ്തുവിൻ്റെ പിന്നാലെ വലിയ മഹത്വത്തിനായി അവൻ്റെ ശിഷ്യത്വത്തിലേക്ക് നമ്മൾ നടക്കേണ്ടതുണ്ട്. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തന്നെ നശിപ്പിക്കുകയോ നഷ്ടപ്പെടുത്തുകയോ ചെയ്താൽ അവൻ എന്ത് പ്രയോജനം? ഭൂമിയിൽ ഏറ്റവും മഹത്വപൂർണമായ മനുഷ്യൻ്റെ മഹനീയമായ ജീവിതം ഈ ലോകത്തിൻ്റെ സന്തോഷങ്ങൾക്ക് വേണ്ടി, സുഖലോലുപതയ്ക്ക് വേണ്ടി